ഒരു വർഷം മുമ്പ് എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്തു. റീപോസ്റ്റ്മോർട്ടത്തിനായി കോടതി നിർദ്ദേശപ്രകാരമാണ് വിൽസൺ എന്നയാളുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് നടത്തിയ നിയമപോരാട്ടത്തിന് ശേഷമാണ് നടപടി ഉണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിലാകും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക. വിൽസന്റെ മാതാവ് മറീന മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ പരാതിയെ തുടർന്നാണ് മൃതദേഹം ഒരു വർഷത്തിനു ശേഷം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത്. തൃക്കാക്കര വിജോഭവൻ പള്ളി സെമിത്തേരിയിൽ രാവിലെ കളമശ്ശേരി പോലീസ് എത്തിയാണ് നടപടികൾ സ്വീകരിച്ചത്. യുവാവിന്റെ മരണം കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സാപ്പിഴവ് കാരണമാണെന്ന പരാതി പോലീസ് പരിശോധിക്കും. പുറത്തെടുത്ത മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഇങ്ങനൊരു ആവശ്യം വന്ന എൻ്റെ മകൻ്റെ മരണത്തിൽ ഒത്തിരി ഒരുപാട് ദുരൂഹതയുണ്ട്. അതുകൊണ്ട് സംശയിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞേ എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മകൻ്റെ അസുഖങ്ങൾ മനുഷ്യർ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വാചകം പോലും അതിനകത്ത് ശരിയില്ല. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ മരണപ്പെടാൻ വരെ സാധ്യതയുള്ള അസുഖം കൊണ്ടാണ്, തീരെ അവശതയിലാണ് ആശുപത്രി വന്നതെന്നൊക്കെ എഴുതി വെക്കുക. ഈ മരണപ്പെടാൻ സാധ്യതയുള്ള അസുഖമാണെന്ന് ഡോക്ടർമാർക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ സർജറി കഴിഞ്ഞാൽ അപ്പം തന്നെ വാർഡിൽ കൊണ്ട് കിടത്തുമോ? ഒരു വർഷം മുൻപാണ് ചികിത്സ തേടിയെത്തിയ വിൽസൺ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. സംഭവത്തിൽ നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. അതേസമയം ചികിത്സാ പിഴവ് ആരോപണം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. 24 കൊച്ചി. എല്ലാവരും കൈവിട്ടിട്ടും ഒരു അമ്മ നടത്തിയ പോരാട്ടം കൂടിയാണ് ഫലം കാണുന്നത്. അസ്വാഭാവികതയുണ്ടെങ്കിൽ അത് പുറത്തുവരട്ടെ, പിഴവുണ്ടെങ്കിൽ നടപടി ഉണ്ടാകട്ടെ.